മീഡിയസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ ഇറങ്ങാൻ 2 മാസം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ സിനിമയുടെ ഗംഭീര അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. ടീസർ ഉണ്ടാക്കിയ ചലനം അതിഗംഭീരമായിരുന്നു. ചാനൽ ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. എമ്പുരാൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ഡേ ടൈം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് തിയേറ്ററുകാർ ആവശ്യപ്പെടുന്നു വെളുപ്പിനെ 4 മണിക്ക് സിനിമയുടെ ഷോ ആഡ് ചെയ്യണം എന്നുള്ളത്. സാധാരണ ഫാൻസുകാരാണത് പറയുന്നതെങ്കിൽ ഇക്കുറി തിയേറ്ററുകാരാണ്. അതുപോലെ തന്നെ തിയേറ്ററുകാർ വലിയ രീതിയിലുള്ള പിടിവലി തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററിലും ഈ സിനിമ തന്നെയായിരിക്കും മാർച്ച് 27 ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാവുകയാണ്. 600-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷേ എല്ലാ തിയേറ്ററുകളിലും എമ്പുരാൻ വരാനുള്ള ചാൻസുകളുമുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇതുവരെ സിനിമയുടെ സമയം ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിനിടയിൽ തന്നെ നമുക്ക് ഫാൻ ഷോസിൻ്റെ കാര്യം ബുക്കിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. അതായത് ആദ്യ ദിനം ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് കിട്ടാൻ വലിയ പാട് തന്നെയായിരിക്കും. മിക്ക സ്ഥലങ്ങളിലും ഫാൻ ഷോസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ അത് ബുക്കിംഗ് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഒട്ടുമിക്ക തിയേറ്ററുകൾ സ്ഥിരീകരിച്ചിരിക്കുന്ന തിയേറ്ററുകളിലെല്ലാം തന്നെ എല്ലാ ഷോകൾക്കുമുള്ള ഫാൻസ് ഷോ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും അവിടെ ഇപ്പോൾ തന്നെ അംഗങ്ങൾ ആ ടിക്കറ്റ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്ന് വായിക്കാം. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഇൻസെയിൻ എന്നുള്ളതാണ് പറയുന്നത്. എമ്പുരാൻ ഒഫീഷ്യൽ ഫസ്റ്റ് ഷോ ടൈം യെറ്റ് ടു ബി റിവീൽഡ്. The enquiries for ticket are out of hand. Main big size centers waiting for official announcement, but many fan shows are already getting sold out within fans unit itself even before 2 months left to release. ആ റേഞ്ചിലേക്കാണ്. അതായത് ഒരു പക്ഷേ ഈ ഒരു സിനിമയായിരിക്കാം ലിയോയുടെ ആദ്യ ദിനത്തെ റെക്കോർഡ് പൊട്ടിക്കാൻ പോകുന്നത്. ഹെവി പോസിറ്റീവ് അടിച്ചാൽ 500 കോടിയിൽ കുറഞ്ഞതൊന്നും തന്നെ ചിന്തിക്കാനില്ല ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന അഭിമുഖവും അതുതന്നെയാണ് വെളിവാകുന്നത്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാഫാണ്. അതേപോലെ തന്നെ ആദ്യ പാർട്ടായ ലൂസിഫർ ഒരു കേരള മോഡൽ പടമായിരുന്നെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഹിന്ദിയിൽ ആയിരിക്കും 35% ഡയലോഗും കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്നു. 5 ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദി മാർക്കറ്റ് കൂടെ നന്നായി നോക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹെവി പോസിറ്റീവ് ആണെങ്കിൽ സിനിമ 500 കോടി സിമ്പിളായിട്ട് അടിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്താണെങ്കിലും ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ആദ്യ ദിനം. അത് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യം പോലെ തന്നെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഫാൻസ് യൂണിറ്റിനകത്ത് തന്നെ ഫാൻസ് ഷോസ് ബുക്ക് ആയി പോകുന്നു, സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു കാര്യം. സമയമോ തിയേറ്ററോ ഒന്നും തന്നെ മുഴുവനായി ചാർട്ട് ചെയ്യപ്പെടാതെ തന്നെ അമ്മാതിരി ഒരു റെക്കോർഡ് തൂക്കുകയാണ്. ഒടിയന് മുകളിലുള്ള ഒരു ഹൈപ്പിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇനിയും നമുക്ക് എമ്പുരാൻ തരംഗമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തന്നെ ഗ്രേറ്റ് മീഡിയാസ്.